പത്തനംതിട്ടയിൽ വിവാഹിതയായ 28 വയസ്സുകാരി ക്രൂര ബലാത്സംഗത്തിനിരയായി യുവതിക്ക് ജ്യൂസ് നൽകി മയക്കിയ ശേഷം പീഡനത്തിനിരയാക്കി നഗ്ന ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. പിന്നീട് ദൃശ്യങ്ങൾ കാണിച്ച് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡനത്തിനിരയാക്കി. വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി. യുവതിയെ പീഡിപ്പിച്ചത് അയൽവാസിയായ ഓട്ടോ ഡ്രൈവർ. ആദ്യ പീഡനം നടന്ന ഫെബ്രുവരി 15-ന് യുവതി സംസ്ഥാന പോലീസ് മേധാവിക്കും ജില്ലാ പോലീസ് മേധാവിക്കും അടൂർ പോലീസിലും പരാതി നൽകി. വിഷ്ണു VS വിശദാംശങ്ങൾ നൽകും. വിഷ്ണു, ഗുരുതരമായ പരാതിയാണ്. എന്താണ് ജില്ലാ പോലീസ് മേധാവിക്കടക്കം നൽകിയ കംപ്ലൈന്റിൽ പറയുന്നത്? എന്താണ് ഉണ്ടായത്? ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്ന 28-കാരിക്കാണ് മയക്കുമരുന്ന് നൽകി പീഡിപ്പിക്കുകയും നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവം ഉണ്ടായത്. സംഭവത്തിൽ ഓട്ടോ ഡ്രൈവറായ അയൽവാസിക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പീഡന വിവരം പുറത്തു പറഞ്ഞതിന് യുവതിയെ ടാങ്കർ ലോറിയിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ചതായും പരാതിയുണ്ട്. സംഭവത്തിൽ യുവതി സംസ്ഥാന പോലീസ് മേധാവിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 15-നായിരുന്നു സംഭവത്തിന്റെ തുടക്കം. വീട്ടിലെത്തിയ പ്രതി യുവതിക്ക് ലഹരി കലർന്ന ജ്യൂസ് നൽകി ബോധരഹിതയാക്കിയ ശേഷം പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. പ്രതി മൊബൈൽ ഫോണിൽ യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. പിന്നീട് ഈ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി വിവിധ സ്ഥലങ്ങളിലെത്തിയ പീഡനം തുടർന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. പ്രതിയുടെ അതിക്രമം സഹിക്കവയ്യാതെ യുവതി പ്രതിയുടെ ഭാര്യയോട് സംഭവം വെളിപ്പെടുത്തുകയായിരുന്നു. ഇതിൽ പ്രകോപിതനായ പ്രതി കഴിഞ്ഞ മാസം 28-ന് യുവതിയെ ബലം പ്രയോഗിച്ച് ടാങ്കർ ലോറിയിൽ കയറ്റി അതിക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി. മർദ്ദനമേറ്റ് ശാരീരികമായി തളർന്ന യുവതി പോലീസിൽ പരാതി നൽകിയാണ്. ഏതായാലും ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്.